അമ്മേ, ആ ഗംഗ അടുക്കളയിൽ നിന്ന് ഊണുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്യുന്നുണ്ട്. ആണോ? ആ, ഉള്ളത് പറയാലോ, അവക്ക് നല്ല കൈപ്പുണ്യോ. എന്ത് കറി വെച്ചാലും നല്ല രുചിയുണ്ട്. സീമ വെക്കുന്നതിനേക്കാളും നല്ലതോ. സീമയെ പറഞ്ഞു വിട്ടിട്ട് എന്നും ഗംഗയെ കൊണ്ട് തന്നെ ആഹാരം ഉണ്ടാക്കിച്ചാ മതിയെന്ന് ഞാൻ നാത്തൂനോട് കുറെ പ്രാവശ്യം പറഞ്ഞതാ. മഹിയെ പേടിച്ചാ നാത്തൂൻ അത് ചെയ്യാത്തെ. അവളുടെ കൈപുണ്യത്തെ പുകഴ്ത്താനല്ല അമ്മയോട് ഞാനത് പറഞ്ഞത്. പിന്നെന്തിനാ? എന്റെ അമ്മ, അവളിപ്പോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനായിരിക്കും? നമുക്ക് കഴിക്കാൻ. അല്ല, അവളത് മഹേട്ടിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കുന്നതാ. മഹേട്ടൻ ഇന്ന് ലഞ്ച് എടുക്കാതെ ഓഫീസിൽ പോയിരിക്കുന്നത്. ആണോ? ആ, അവളുടെ ഈ പരിപാടി നമുക്ക് പൊളിക്കണം. ഗംഗ ഇന്ന് ഫുഡ് കൊണ്ടുപോയി മഹേട്ടിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ആ, അത് ശരിയാ. ആണുങ്ങളുടെ മനസ്സിലേക്കുള്ള വഴി വയറിലൂടെയാണെന്നാ പറയുന്നത്. അവള് നല്ല ഭക്ഷണം ഉണ്ടാക്കി മഹിക്ക് കൊടുത്ത് അവന്റെ പിണക്കം മാറ്റി വീണ്ടും വശത്താക്കി എടുക്കും. അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല. ഗംഗ അവിടെ ചെല്ലും മുമ്പ് മഹേടിനുള്ള ഫുഡുമായിട്ട് ഞാൻ അവിടെ പോവും. അയ്യോ, എന്താ? അങ്ങനെ ചെയ്യാനാണെങ്കിൽ നീ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടു കൊടുത്താ മതി. അമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ പാചകം ചെയ്ത് എന്തിനാ വെറുതെ മഹിയെ വെറുപ്പിക്കുന്നേ? അതിന് ഞാൻ പാചകം ചെയ്യുന്ന ആരാ പറഞ്ഞേ? പിന്നെ ഗംഗ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ഓ, അമ്മ കണ്ടോ, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. വാ വാ, നോക്ക്. കണ്ടില്ലേ? വേഗം വാ. ഇതുകൊണ്ട് സ്ഥലം വിട്ടോ. അവള് വരുന്നതിന് മുമ്പ് വേഗം പോവാ. പോവാ. അയ്യോ, അയ്യോ, ഇവിടെ വെച്ചിരുന്ന ക്യാരിയർ അവിടെ പോയി. എന്താ ഇവിടെ? ഞാൻ മഹേടിന് ഊണുമായിട്ട് വന്നതാ. ഊണുമായിട്ടോ? അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലല്ലോ. മഹേട്ടൻ പറഞ്ഞിട്ട് വേണോ എനിക്ക് മഹേടിന് ഫുഡ് കൊണ്ടുവരാൻ? മഹേട്ടൻ വാ, കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഈ വീട്ടിലേക്ക് വയ്ക്കോ. അങ്ങനെ പറയാതെ മഹേട്ടാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. അത് മാത്രമല്ല, പുറത്തെ ഭക്ഷണം ശരീരത്തിന് അത്ര നല്ലതൊന്നുമല്ല. അത് മാഡം പറഞ്ഞത് സത്യം. പുറത്തുനിന്ന് മാക്സിമം കഴിക്കാത്തത് തന്നെയാ നല്ലത്. വാ മഹേട്ടാ, വന്ന് കഴിക്ക. മഹേട്ടന്റെ ഫേവറേറ്റ് കറികളെല്ലാം ഉണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ ശ്രേയ? എന്തിനാ സാർ എതിർക്കുന്നത്? സാറ് ചെന്ന് കഴിക്ക. ലഞ്ച് കഴിക്കേണ്ട സമയമായല്ലോ. അതെ, വാ മഹേട്ടാ. ചെല്ലു. ഇരിക്കും മഹേട്ടാ. ഇന്ന് മഹേട്ടനെ കൊണ്ട് ഇത് മുഴുവൻ കഴിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു പോവും. എനിക്ക് കുറച്ച് മതി, വിശപ്പില്ല. ആ, അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല.
മഹിസാറിന്റെ വൈഫ് ഊണുമായിട്ട് വന്നോ? ശ്രേയച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നിട്ടെന്താ മേഡം ഇവിടെ തന്നെ നിന്നത്? ഏയ്, ഞാൻ വെറുതെ. ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. എന്താ? ഭർത്താവിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഭാര്യയാ. അവിടെ പുറത്തൊരാൾക്ക് അവസരം കൊടുക്കാത്തതാ നല്ലത്. ഞാൻ മേഡത്തിനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. മഹിസാറ് നല്ല ആളാ, പേടിക്കാനൊന്നുമില്ല. പക്ഷെ മനുഷ്യരല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടല്ലോ. ഞാനീ പറഞ്ഞതൊന്നും മേഡം മഹിസാറിനോട് ചോദിക്കാനോ പറയാനോ നിൽക്കില്ലേ. എന്റെ ജോലി പോവും. ഇല്ല, കുട്ടി പേടിക്കണ്ട. ശരി മേഡം. ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. എന്നാലും മഹേട്ടൻ ഗൗരി ചേച്ചി വിളിച്ച കാര്യം പറയാം. അതാ നല്ലത്. ചേച്ചിക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഗംഗേ, ഗൗരി ചേച്ചി, ചേച്ചി വന്നോ? എന്താ ഗംഗേ, നീ എന്തിനാ കരയുന്നേ? ചേച്ചി, ഞാൻ കാര്യം പറ ഗംഗേ. മാളു പറഞ്ഞതുകൊണ്ട് കൂടിയ മഹേട്ടന് ഭക്ഷണമായിട്ട് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് മുന്നേ വന്ന ശ്രേയച്ചി മഹേട്ടനിൽ അധികാരം കാണിക്കുക. എനിക്കത് കണ്ടു നിൽക്കാനാകുന്നില്ല ചേച്ചി. എനിക്ക് മനസ്സിലായി. നീ വിഷമിക്കാതെ. ശ്രേയ അവസരം മുതലാക്കുക. അതിന് ഞാൻ അനുവദിക്കില്ല. ശ്രേയയ്ക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ശ്രേയച്ചിയെ ഉപദ്രവിക്കൊന്നും വേണ്ട ചേച്ചി. അതൊന്നുമില്ല. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നീ കണ്ടോ? ഇതൊന്നും കഴിച്ചു നോക്കിയ മഹേട്ടാ. എനിക്ക് മതി ശ്രേയ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇത് മുഴുവൻ മഹേടിനെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. ശ്രേയേ, നീ ഈ ചെയ്യുന്നത് തെറ്റാണ്. മഹിയേട്ടന് മേൽ അവകാശം ഗംഗയ്ക്ക് മാത്രമാണ്. അവളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഗംഗയുടെ സ്ഥാനം കൈക്കലാക്കാൻ ശ്രമിച്ച നിന്നെ വെറുതെ വിടില്ല ഞാൻ. ഇത് വെച്ചൊരു പണിയുണ്ട്. മഹേട്ടാ, ഞാൻ മഹേട്ടിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് മതി ശ്രേയ, വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. മഹേട്ടിന്റെ ഫേവറേറ്റ് ഫിഷ് ഫ്രൈ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അത് മുഴുവൻ കഴിക്കണം. അയ്യോ, എന്താ ഇത്? അയ്യോ മഹേട്ടാ, നിനക്കെന്താ വട്ടാണോ ശ്രേയ? മഹേട്ടാ, ഞാൻ മര്യാദയ്ക്ക് ഇതൊക്കെ എടുത്ത് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകണം. മഹേട്ടാ, ഞാൻ അറിഞ്ഞോണ്ടല്ല മഹേട്ടാ. നീ അറിയാതെ പിന്നെ പല്ലി പാത്രം തുറന്ന് അതിനകത്ത് കയറിയിരിക്കോ? അയ്യോ, അതെങ്ങനെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിന്ന് ന്യായം പറയാതെ എടുത്തോണ്ട് പോ ശ്രേയ. മഹേട്ടാ, ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ വേറെ ഫുഡ് ഓർഡർ ചെയ്യാം. നിന്റെ സഹായം എനിക്ക് വേണ്ട. ഒന്ന് പോയി തരാവോ?
ശ്രേയയ്ക്ക് കിട്ടേണ്ടത് കിട്ടി. ഇതാ അവസരം. നീ ചെന്ന് മഹിയേട്ടന് ഭക്ഷണം കൊടുക്ക്. അത് വേണ്ട ഗൗരിയേച്ചി, മഹേട്ടൻ നല്ല ദേഷ്യത്തിലാ. ഇനി എന്നെയും കൂടി കണ്ട അത് വലിയ പ്രശ്നമാവും. അങ്ങനെ ഒന്നുമില്ല ഗംഗേ. നീ മഹിയേട്ടന്റെ അടുത്തേക്ക് ചെല്ല്. ഞാനല്ലേ പറയുന്നേ. ചെല്ല് ഗംഗേ. സർ, ലഞ്ച് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണോ? വേണ്ട. എന്നാ ഞങ്ങള് ലഞ്ചിന് പൊക്കോട്ടെ. മഹേട്ടാ, നീ എന്താ ഇവിടെ? ഞാൻ രാവിലെ ഭക്ഷണം എടുത്തപ്പോ മഹേട്ടൻ കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് മഹേട്ടനുള്ള ഭക്ഷണമായിട്ട് വന്നതാ. നിന്നോട് ആരെ അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ മഹേട്ടാ. മഹേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രേയച്ചി ഭക്ഷണം കൊണ്ടുവന്നത് കണ്ടതുകൊണ്ട് ഞാൻ മാറി നിന്നതാ. എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കരുത് മഹേട്ടാ, പ്ലീസ്. എങ്ങേ, ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് വിശപ്പില്ല. മഹേട്ടന് ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും ഒന്നും കഴിക്കില്ല. ഇന്ന് മാത്രല്ല, ഇനി ഒരിക്കലും. ഞാൻ മരിച്ചാലും മഹേട്ടന് എന്നോടുള്ള ദേഷ്യം മാറില്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ. എന്തിനാ ഈ വാശി? വാശിയല്ല മഹേട്ടാ, എന്റെ സങ്കടായത്. മഹേട്ടന്റെ വെറുപ്പ് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ നല്ലത് ഞാൻ മരിക്കുന്നതാ. എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഈ ഭക്ഷണത്തോട് പോലും മഹേട്ടന് വെറുപ്പല്ലേ? എങ്ങനെ നിൽക്കേ? നീ ഭക്ഷണം വിളമ്പ്, ഞാൻ കഴിച്ചോളാം. സത്യാണോ മഹേട്ടാ? ഇതാ മഹിയേട്ട ഞാൻ ആഗ്രഹിച്ചത്. മഹിയേട്ടൻ എന്നും ഗംഗയ്ക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. മഹേട്ടാ, കുറച്ചുകൂടി ചോറ് വിളമ്പട്ടെ? മതി മതി, ഇപ്പൊ തന്നെ വയറ് പൊട്ടാറായി. കറികളെല്ലാം അസലായിട്ടുണ്ട്, നല്ല സ്വാദ്. മഹേട്ടന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നോക്കി ഞാൻ ഉണ്ടാക്കിയതാ. കൊള്ളാം. അല്ലെങ്കിലും നിനക്ക് നല്ല കൈപ്പുണ്യം ഉണ്ടല്ലോ. അയ്യോ മഹേട്ട, കുറച്ചുകൂടി. ഞാൻ ആവശ്യത്തിലേറെ കഴിച്ചിട്ടുണ്ട്. ഇനി നീ പട്ടിണി ഇരിക്കണ്ട. ഇല്ല. ഗംഗേ, ഗൗരി ചേച്ചി, ഇപ്പൊ സന്തോഷായോ? ഒരുപാട് സന്തോഷായി ചേച്ചി. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ചേച്ചിയോടാ. എന്തിന്? ഈ നിസാര കാര്യത്തിന് എന്തിനാ നമുക്കിടയിൽ നന്ദി പറച്ചിലൊക്കെ? നിസ്സാര കാര്യമല്ല ചേച്ചി. ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തു തന്നത് വലിയൊരു കാര്യ. മഹേട്ടൻ എന്നെ നോക്കി ചിരിച്ച് സംസാരിക്കുന്ന പോലും എനിക്ക് വലിയ കാര്യ ചേച്ചി. മഹിയേട്ടന്റെ മനസ്സിൽ നിന്നോട് വലിയ സ്നേഹ ഗംഗേ. അതെനിക്ക് നന്നായിട്ടറിയാം. മറ്റുള്ളവർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാരണം ചെറിയൊരു പിണക്കത്തിന്റെ കരട് ആ മനസ്സിൽ വീണിട്ടുണ്ടെന്ന് മാത്രം. ആ മനസ്സില് ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടെന്ന് ബോധ്യമായപ്പോ മനസ്സിന്
വലിയ ആശ്വാസം തോന്നുന്നു. നീ സന്തോഷായിട്ടിരിക്കണം. അതാണ് എന്റെയും ആഗ്രഹം. എന്റെ മോൾക്കും മഹിയേട്ടനും വേണ്ടിയാ നീ ഈ കഷ്ടപ്പെടുന്നത്. സത്യത്തിൽ ഞാൻ നിന്നോട് ഗംഗെ നന്ദി പറയേണ്ടത്. കൈലാസത്തിൽ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടും വേദനിപ്പിച്ചിട്ടും നീ മഹിയേട്ടന്റെയോ മാളുവിന്റെയോ ഒരു കാര്യത്തിലും മുടക്കം വരുത്തിയിട്ടില്ല. ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സിന് എത്രമാത്രം സന്തോഷാണെന്ന് അറിയാമോ? മാളു എന്റെയും കൂടി മോളല്ലേ ഗൗരി ചേച്ചി. മഹേട്ടൻ എന്നെ വേണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാൻ മഹേട്ടനെ അകന്നു നിൽക്കാം. പക്ഷെ എന്റെ മാളു, ഇനി അവളെ പിരിയാൻ എനിക്കാവില്ല. അവള് എന്റെ ജീവന്റെ ഭാഗമായി കഴിഞ്ഞു. എനിക്കതറിയാം ഗംഗെ. എന്റെ മോളുടെ പുണ്യമാണ് നീ എന്ന അമ്മ. അതുകൊണ്ട് നിനക്കൊപ്പം എന്ത് പ്രശ്നങ്ങളിലും ഞാനുണ്ടാവും. ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് ഒരു പെണ്ണ് സഹിക്കില്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ മഹിയേട്ടൻ നിന്നെ സ്നേഹിക്കുന്നത് സന്തോഷത്തോടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്കറിയാം ചേച്ചി. എന്നെ ഒരു സഹോദരിയെ പോലെ തന്നെയാ ചേച്ചി കാണുന്നതും നോക്കുന്നതും. നീ എന്റെ സ്വന്തം അനുജത്തെ തന്നെയാ ഗംഗെ. ചേച്ചിയോടുള്ള ആ വലിയ കടമ എനിക്ക് നിറവേറ്റണം. അതിന് ഇന്ന് തന്നെ ആ ഡയറി എടുക്കണം. ചേച്ചിയുടെ കൊലപാതകയെ കണ്ടെത്തണം. അതെ, ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്നറിയുന്നതിന് അതാ നല്ലത്. ശരിയാ. ഇന്ന് രാത്രി തന്നെ നമുക്ക് കാവിൽ നിന്നും ഡയറി എടുക്കാം. ശരി ഗംഗെ. എന്താടി നിന്റെ ഉദ്ദേശം? എന്താ അമ്മേ? ഇവിടെ കയറി സുഖിച്ചങ്ങ് ജീവിക്കാമെന്ന് നീ കരുതിയോ? അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവാതിരിക്കാൻ അമ്മ മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? ശരി, നിനക്ക് മനസ്സിലാകുന്നത് പോലെ തെളിച്ചു തന്നെ പറയാം. ബലമായി നീ എന്റെ മകന്റെ ഭാര്യയായി. പക്ഷേ അവന് നീ നിന്റെ അമ്മയും എന്ത് സ്ത്രീധനാ കൊടുത്തത്? അത് ശരിയാ. കോടികൾ സ്ത്രീധനം വാങ്ങിയുള്ള വിവാഹ നീ മുടക്കിയത്. ആ സ്ഥിതിക്ക് രാഹുൽ അർഹിക്കുന്ന ഒരു തുക നീ കൊടുത്തേ മതിയാവൂ. എന്റെ കയ്യിൽ പണമൊന്നുമില്ല. എന്റെ അവസ്ഥ അറിഞ്ഞു തന്നെയാ രാഹുലേട്ടൻ എന്നെ സ്നേഹിച്ചത്. ആര് സ്നേഹിച്ചു നിന്നെ? ഞാൻ സ്നേഹിച്ചു കേൾക്കുമ്പോ തന്നെ എനിക്ക് അറപ്പാണ്. ഞങ്ങളുടെ നിലയും വിലയൊക്കെ അനുസരിച്ച് ഈ കൈലാസത്തിന്റെ അടുക്കള മുറ്റത്ത് പോലും കയറാൻ അർഹതയില്ലാത്തവളാ നീ. ആ നീ ഇന്ന് കൈലാസത്തിൽ രാഹുലിന്റെ ഭാര്യയായിട്ടുണ്ടെങ്കിൽ അതിന് യോജിക്കുന്ന സ്ത്രീധനം ഞങ്ങൾക്ക് കിട്ടണം. അതെ, അങ്ങനെ തന്നെ വേണം. പോലീസിനെയും കൂട്ടി വന്ന് ബലമായിട്ട് കല്യാണം നടത്താൻ ധൈര്യം കാണിച്ചവൾക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവണം. രാഹുലേട്ടന് എന്റെ അവസ്ഥ അറിയാവുന്നതല്ലേ? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? ശരിയാ, നിന്റെ അവസ്ഥ എനിക്കറിയാം. പക്ഷെ അതറിയാത്തത് നിനക്കാ. സ്വന്തം നിലയും വിലയും നിനക്കറിയാമായിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ എന്റെ ലൈഫിലേക്ക് വലിഞ്ഞു കയറി വരില്ലായിരുന്നു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമ്മൾ നാണം കെടാനുള്ളത് നാണം കെടുകയും ചെയ്തു. പക്ഷേ അതിന്റെ പേരിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം. നാത്തൂനെ, നമുക്ക് എന്താ വേണ്ടതെന്ന് ഇവളോട് പറ. ഇവളിവിടെ അമ്മയോട് പറഞ്ഞ് അത് കൊണ്ടുവരട്ടെ. എന്റെ മകന്റെ നിലയ്ക്കും വിലയ്ക്കും ഉള്ളത് ഒരു കാലത്ത് നിനക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ 250 പവന്റെ സ്വർണവും 50 ലക്ഷം രൂപയും എനിക്കും എന്റെ മകനും കിട്ടണം.
അയ്യോ അമ്മ, ഞാൻ ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും ഇത്രയും പണവും സ്വർണവും സമ്പാദിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എങ്കിൽ പിന്നെ നീ ഇവിടുന്ന് ഇറങ്ങണം. നിന്നെ പോലുള്ളവർക്ക് അഭയം കൊടുക്കാനേ ഇത് അഭയാർത്ഥി ക്യാമ്പൊന്നും അല്ല. അതെ, നീ നിന്റെ അമ്മയും കൂടി ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട ഈ പണവും സ്വർണവും തന്നേ മതിയാവും.